ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടങ്ങിയതോടെ ദുരിതത്തിലായ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. കാലവർഷവും ട്രോളിംഗ് നിരോധനവും തുടങ്ങിയതോടെ വറുതിയിലായ മത്സ്യബന്ധന തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. അരിയും പലവ്യഞ്ജന സാധനങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യക്കിറ്റാണ് മത്സ്യത്തൊഴിലാളികൾക്കായി വിതരണം ചെയ്തത്. നാട്ടിക ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഗീതാ ഗോപി എം.എൽ.എ. ഭക്ഷ്യക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വറുതി കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച യൂസഫ് അലിയുടെ പിന്തുണയ്ക്ക് എം.എൽ.എ. നന്ദി രേഖപ്പെടുത്തി. കാലങ്ങളായി എം.എ. യൂസഫ് അലി ജന്മനാട്ടിലെ നാട്ടുകാർക്കായി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സഹായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഗീതാ ഗോപി കൂട്ടിച്ചേർത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിനു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ. എ. ഷൌക്കത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. എം. സിദ്ദിഖ്, വാർഡംഗം സിനി രാജീവ്, ലുലു ഗ്രൂപ്പ് CMD-യുടെ സെക്രട്ടറി E. A. ഹാരിസ്, ലുലു മീഡിയ ഹെഡ് N. B. സുരാജ്, കൊടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി K. P. നാരായണൻ, മത്സ്യബന്ധന തൊഴിലാളി പ്രതിനിധി സുബൈർ നാട്ടിക എന്നിവർ സംസാരിച്ചു. യൂസഫ് സാറിന്റെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ 2011 MLA ആയി ഇവിടെ ചുമതലയെടുത്തപ്പോൾ ആ ചുമതല ഞാൻ നിയമസഭാ അംഗം എന്ന നിലയിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അന്ന് എൻ്റെ പാർട്ടി ലീഡറായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നുള്ള സുഭാഷ് ചന്ദ്ര മാഷിൻ്റെ കൂടെ എല്ലാവരും ഒറ്റ കാര്യമാണ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്. MLA, ഈ കസേര നമുക്ക് അലങ്കാരമാവരുത്. എത്ര വലിയ ഉന്നത കസേര കിട്ടിയാലും നാട്ടിലെ ജനങ്ങൾ നൽകിയതാണ് എന്നൊരു ഓർമ്മ എന്നും ഉണ്ടാകും. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ MLA-യോട് പറയാനുള്ളൂ. മത്സ്യത്തൊഴിലാളി മേഖലയാണ്. നിഷ്കളങ്കരായ ഞങ്ങളുടെ ജനങ്ങൾ, നിങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വന്ന ഒരു MLA, ആ നിലയിൽ എനിക്ക് പറയാൻ ഒറ്റ വാക്കുള്ളൂ. ഈ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കും കുടുംബങ്ങൾക്കും തീരദേശ മേഖലയിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഈ തീരദേശ മേഖലയിൽ വലിയൊരു ജനകീയ ഇടപെടൽ നടത്തണം.